ആമേൻ, ജാതികളിൽ നിന്ന് ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ, സ്തോത്രം സ്തോത്രം, യഹൂദ സഭയിൽ പ്രശ്നം ഉടലെടുക്കുമ്പോൾ, ആമേൻ, യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം, സഹോദരന്മാരെ ഇത് തർക്ക വിഷയമല്ല, സഹോദരന്മാരെ ഇത് സംശയ വിഷയമല്ല, മറിച്ച് ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ആമോസ് പ്രവാചകൻ പറഞ്ഞതുപോലെ, ആമേൻ, സ്തോത്രം, ആമേൻ, ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും എന്ന് പറഞ്ഞ സഭയ്ക്ക് പുതിയ നിയമത്തിൻ്റെ സഭയ്ക്ക് പഴയ നിയമത്തിൻ്റെ ഒരു പേരുണ്ടെങ്കിൽ അതിലൊരു പേരാണ്, ആമേൻ, ദാവീദിന്റെ കൂടാരം. ദാവീദിന്റെ കൂടാരത്തിന് പ്രത്യേകത എന്താണ്? 24 മണിക്കൂർ സ്തുതി, 24 മണിക്കൂർ ആരാധന. അവിടെ മുഴങ്ങുന്ന ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്തവനെ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു പാട്ട് ഉയരുകയാണ്, ഒരു സ്തുതി ഉയരുകയാണ്. ദൈവം നല്ലവൻ, ദൈവം വിശ്വസ്തൻ, ദൈവം രാജാവ്, ദൈവം കർത്താവ്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മഹത്വം അവിടെ മൂടുകയാണ്, ആ തേജസ് അവിടെ മൂടുകയാണ്. നീ സ്തുതിക്കും തോറും നിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവമഹത്വം കുറയാതെ അത് അടുത്ത ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേലുള്ള ദൈവമഹത്വം വർദ്ധിക്കട്ടെ, ദൈവ സാന്നിധ്യം വർദ്ധിക്കട്ടെ, ദൈവശക്തി വർദ്ധിക്കട്ടെ.